കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ 3 വയസ്സുകാരി മരിച്ച സംഭവം ചികിത്സാ വീഴ്ചയെന്നാണ് പരാതി. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്ത് വന്നു. കട്ടപ്പന സ്വദേശിനിയായ ഏകപർണികയുടെ മരണത്തിലാണ് പരാതി. ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ചികിത്സാ പിഴവെന്ന് പറയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ടോബി, ചികിത്സാ വീഴ്ച എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ 11-ാം തീയതിയാണ് കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ആശയുടെയും വിഷ്ണുവിൻ്റെയും മകൾ സവർണിക എന്ന് പറയുന്ന ഈ കുട്ടിയെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. വയറുവേദനയായിട്ടാണ് വന്നത്. പക്ഷേ അതിനുശേഷം അവിടെ വന്നപ്പോൾ ഈ കുട്ടിക്ക് ദേഹാസ്വാസ്യം ഉണ്ടാകുന്നു. തുടർന്ന് മരുന്ന് നൽകി അയച്ചിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും സമാനമായ രീതിയിൽ ദേഹാസ്വാസ്യമുണ്ടായി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കുട്ടിയുടെ നില വളരെ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വന്ന് ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം ഡോക്ടറിനെ വീട്ടിൽ പോയി കാണുകയും ചെയ്തു. അങ്ങനെയാണ് കാഷ്വാലിറ്റിയിലേക്ക് പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാൻ പറയുന്നത്. അങ്ങനെ കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സ തേടി. എന്നാൽ അവിടെ വെച്ച് കാര്യമായിട്ടുള്ള ചികിത്സകളൊന്നും തന്നെ ഈ കുട്ടിക്ക് ലഭിച്ചില്ല. ഈ കുട്ടി അതായത് കുഴഞ്ഞു ദേഹാസ്വാസ്ഥ്യമുണ്ടായി തളർന്നു വീഴുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ടും കാര്യമായിട്ടുള്ള ചികിത്സ ആശുപത്രിയിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ മാതാപിതാക്കളുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം കട്ടപ്പനയിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം തുടർ നടപടികൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിലോട്ട് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. എല്ലാ ചികിത്സയും ഈ കുട്ടിക്ക് ഉറപ്പാക്കിയിരുന്നു. മറ്റ് വീഴ്ചകളൊന്നും തന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ICH അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. നമുക്ക് ആ മാതാപിതാക്കളുടെ പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം. രാവിലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഇഞ്ചക്ഷന് ശേഷമാണ് വഷളായത്. ആൾക്ക് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായത് അതിന് ശേഷമാണ്. ആള് ക്ഷീണമായിരുന്നു, തീർത്തും ക്ഷീണത്തിലായിരുന്നു. എങ്കിലും ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് എടുത്തപ്പോഴാണ് കുഞ്ഞിന് നിൽക്കാൻ പോലും വയ്യാതെ കുഞ്ഞ് വീണ് പൊക്കോണ്ടിരുന്നത്. രാവിലെ തൊട്ട് ഇവരോട് പറയുന്നുണ്ട് ഡോക്ടർ, ഈ കുഞ്ഞിന് തീർത്തും വയ്യ, കുഞ്ഞ് ഇങ്ങനെയുള്ള ആളല്ല, കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്, ഇത്ര ക്ഷീണം വന്നാലും അവൾ എണീറ്റിരിക്കും, എത്ര പനി വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവൾ എണീറ്റിരിക്കുന്ന ആള്. കുഞ്ഞിന്റെ കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചുണ്ടിന്റെ നാക്കിന്റെ എല്ലാം നിറം മാറി. പക്ഷെ അതൊന്നും സിസ്റ്റർ പറയുന്നത് ഇത്ര ഛർദ്ദിച്ച കുഞ്ഞല്ലേ, അപ്പൊ അതിന് ക്ഷീണം വരുമെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു അതിന് മാത്രം കുഞ്ഞ് ഛർദ്ദിച്ചിട്ടില്ല, കുഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അല്ലാതെ തീർത്തും ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് കുഞ്ഞ് കിടക്കുമൊന്നും ആയിരുന്നില്ല. വാർഡിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ഫിക്സ് വന്നു. ആ സമയത്ത് തന്നെ കുഞ്ഞിന്റെ ബോധം മറിഞ്ഞു. പിന്നെ അന്നേരമാണ് കുഞ്ഞ് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് അനങ്ങിയിട്ടില്ല. ദൗർഭാഗ്യകരമാണ്. കട്ടപ്പന സ്വദേശിനിയാണ്, 3 വയസ്സുകാരിയാണ് ഏകപർണികയാണ് മരിച്ചത്. ഒരു ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വീട്ടുകാരുടെ ആരോപണം. അപ്പോൾ അതിലെ ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരും പ്രതികരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ വ്യക്തത വേഗം തന്നെ ഉണ്ടാകട്ടെ.